കഴിഞ്ഞ അധ്യായത്തിൽ സോക്രട്ടീസിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടും താരതമ്യേന വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. എന്നാൽ സോക്രട്ടീസിൻ്റെ തത്വചിന്ത എന്തായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരവലോകനമാണ് ഇന്നത്തെ 8-ാമത്തെ അധ്യായത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും സോക്രട്ടീസ് ലോകത്തിന് മുമ്പിൽ ഒരു രക്തസാക്ഷി മാത്രമല്ല, ഒരു ദാർശനിക പ്രതിഭ കൂടി ആണ് എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ സോക്രട്ടീസിനെ പോലെ ഒരാൾ ചെയ്ത ഒരു ദൗത്യം, അദ്ദേഹം നിർവഹിച്ച ദാർശനികമായ തത്വചിന്താപരമായിട്ടുള്ള വൈജ്ഞാനിക മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വാസ്തവത്തിൽ എക്കാലത്തും സ്വീകരിക്കേണ്ട ഒരു രീതിശാസ്ത്രമായി യഥാർത്ഥത്തിൽ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്ന് പൊതുവെ അറിവുമായി ബന്ധപ്പെട്ട, വിജ്ഞാനവുമായി ബന്ധപ്പെട്ട, ജ്ഞാനസമ്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാ സംവാദങ്ങളിലും സോക്രട്ടീസ് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള സവിശേഷതകളെ മുൻനിർത്തിയാണ്. നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ പരിഷ്കരണ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു ചുവടുവെപ്പായി പറയാറുള്ളത് കോത്താരി കമ്മീഷനാണ്. പക്ഷെ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പഠനവിധേയമാക്കിയ പല പ്രഗത്ഭരായിട്ടുള്ള ചിന്തകരും യഥാർത്ഥത്തിൽ സോക്രട്ടീസ് മുന്നോട്ട് വെച്ച ഒരു വൈജ്ഞാനിക അന്വേഷണാത്മക അപഗ്രഥനാത്മക രീതിശാസ്ത്രം കോത്താരി കമ്മീഷൻ്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണമെന്ന് കോത്താരി മുന്നോട്ട് വെക്കുന്ന സമീപനത്തിൽ വാസ്തവത്തിൽ അന്തർഭവിച്ചതായി പലരും നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നും പ്രസക്തമായിട്ടുള്ള ഒരു രീതിശാസ്ത്രം, സോക്രാറ്റിക് മെത്തേഡ് എന്നറിയപ്പെടുന്ന സോക്രട്ടീസിൻ്റേതായ ഒരു രീതിശാസ്ത്രം വൈജ്ഞാനിക രംഗത്ത് മുന്നോട്ട് വെച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഒരു രീതിശാസ്ത്രം എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ഭാഗികമായി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തെരുവിലേക്ക് പോയത് കൊണ്ട് മാത്രം ഉണ്ടായ ഒന്നല്ല. മറിച്ച് അദ്ദേഹം തെരുവിലേക്ക് പോവുകയും കാണുന്ന മനുഷ്യരുമായി, അത് സുഹൃത്തുക്കളാവാം, ശിഷ്യരാവാം, തികച്ചും അപരിചിതരായ മനുഷ്യരാവാം, സമൂഹത്തിലെ ഉയർന്ന സ്ഥാനങ്ങളിലുള്ള വ്യക്തികളാവാം, ആര് തന്നെയായാലും അവരോട് സംസാരിക്കുക എന്നത് സോക്രട്ടീസ് സ്വീകരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായിരുന്നു. അത് അദ്ദേഹത്തിൽ അർപ്പിതമായ ഒരു കർമ്മമാണ് എന്ന് അദ്ദേഹം സ്വയം വിശ്വസിച്ചതായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതിന് തെളിവുകളുണ്ട്. അങ്ങനെ ആ ദൗത്യം നിർവഹിച്ചതിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം അദ്ദേഹം ഏകപക്ഷീയമായ ആളുകളോട് സംസാരിക്കുകയായിരുന്നില്ല. നമ്മൾ പലരും ചെയ്യുന്നത് പോലെ ഏകപക്ഷീയമായി അദ്ദേഹത്തിൻ്റെ പ്രഭാഷകത്വം അല്ലെങ്കിൽ റിട്ടറിക്ക് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ മയക്കി നിർത്തുകയായിരുന്നില്ല. മറിച്ച് പിൽക്കാലത്ത് നമ്മൾ ഭക്തിനെ കുറിച്ചാണ് ഇതുപോലെ പറയാറ്. പ്രത്യേകിച്ച് കലയുമായി ബന്ധപ്പെട്ട്, നാടകവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉള്ള സംവാദങ്ങളിലൊക്കെ ബർത്തോൾഡ് ഭക്തിനെ കുറിച്ച് പറയാറുണ്ട്. കാരണം ആളുകളെ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്, ആളുകളെ പറയിപ്പിക്കുക എന്നുള്ളതാണ്. അവർ പറയുന്നത് കേൾക്കുകയും അതിനെ കറക്റ്റ് ചെയ്യുകയും അതിനെ മോഡിഫൈ ചെയ്യുകയും അതിനെ മാറ്റി പുതിയൊരു വിധാനത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ എത്തിക്കുകയും ചെയ്യുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ജീവിതത്തിലുടനീളം സോക്രട്ടീസ് നിർവഹിച്ചു എന്നുള്ളതാണ്. കാരണം സോക്രട്ടീസിന് വെറും 35 വയസ്സുള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായുള്ള കീരേഫോണിന് ഡൽഹിയിൽ നിന്ന് അശരീരി ഉണ്ടാവും. ആ അശരീരി വാസ്തവത്തിൽ ഒരു അശരീരി
എന്നുള്ളത് അവിടുത്തെ പ്രത്യേകിച്ച് ദീർഘകാലം ആയി അവിടെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ തുടർച്ചയിൽ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തും ശിഷ്യനും അതുപോലെ തന്നെ ജ്ഞാനിയുമൊക്കെ ആയിട്ടുള്ള, വെറുതെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബന്ധം എന്നതിലുപരി ഹീരഫോൺ യഥാർത്ഥത്തിൽ സ്വയം തന്നെ ഒരു ചിന്തകനും സ്വതന്ത്രമായി ഒരുപാട് ആശയങ്ങൾ അവതരിപ്പിക്കാറുള്ള ആളുമാണ് എന്ന് പ്ലാറ്റോ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹീരഫോൺ അവിടെ ഡൽഹിയിൽ പോവുകയും ഈ സോക്രട്ടീസിൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച്, സോക്രട്ടീസിനേക്കാൾ വിവരമുള്ള ആൾ, വിജ്ഞാനമുള്ള ആൾ ഏഥൻസിൽ ആരാണുള്ളത് എന്ന് അന്വേഷിക്കുകയും അതിൻ്റെ ഉത്തരമായി അദ്ദേഹത്തിന് സോക്രട്ടീസ് തന്നെയാണ് ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ജ്ഞാനിയായിട്ടുള്ള വ്യക്തി എന്ന മറുപടി കിട്ടുകയും ചെയ്തു എന്നത് കാട്ടുതീ പോലെ ഏഥൻസിലാകെ പടർന്നു പിടിച്ചത് അദ്ദേഹത്തിന് വെറും 35 വയസ്സ് മാത്രം പ്രായമുള്ള സന്ദർഭത്തിലാണ്. ആ 35 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നീട് 35 കൊല്ലം കൂടി കഴിഞ്ഞാണ് 70ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ഭരണകൂടം വധിക്കുന്നത്. അപ്പം ദീർഘമായ 35 കൊല്ലം പിന്നീട് അദ്ദേഹം സമൂഹത്തിലുണ്ടായിരുന്നു, സജീവമായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരണകൾ എന്തു തന്നെയായാലും അദ്ദേഹം ഉദ്ദേശിച്ച ദൗത്യം നിരന്തരം അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മിക്കവാറും ഇത്തരത്തിലുള്ള ദാർശനികരെക്കുറിച്ചും പ്രഗത്ഭരായ വ്യക്തികളെക്കുറിച്ചൊക്കെ അവരെ ഒറ്റ വാക്കിൽ ഒതുക്കി പഠിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ വൺ വേർഡ് ആൻസർ കുത്തി ശീലിക്കുന്ന ഒരു കാലത്ത് അത് കൂടുതൽ സാധ്യത ആ രീതിയിലേക്കാണ്. അല്ലാത്തൊരു കാലത്ത് പോലും നമ്മൾ അംബേദ്കറെ പറ്റി പോലും ഭരണഘടനാ ശില്പി എന്ന് മാത്രമാണ്, ദാർശനികനെന്നോ ചിന്തകനെന്നോ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവെന്നോ വലിയ പണ്ഡിതനെന്നോ ഇന്ത്യ കണ്ട അന്നത്തെയും എന്നത്തെയും ഏറ്റവും വലിയ വൈജ്ഞാനിക മേഖലയിൽ മുന്നേറ്റം നടത്തിയ വ്യക്തിയെന്നോ പഠിപ്പിക്കാറും പൊതുവേ ഇല്ല എന്നുള്ള ആ ഒരു സത്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സോക്രട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ സോക്രട്ടീസിനെയൊക്കെ നമ്മൾ ഒരൊറ്റ വാക്കിൽ ഒതുക്കിയാണ് പൊതുവെ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിലൂടെ കടന്നു വരുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു അധ്യാപകൻ മനസ്സിലാക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സോക്രട്ടീസ് എന്നുള്ളത് അദ്ദേഹം മുന്നോട്ട് വെച്ച വൈജ്ഞാനിക മണ്ഡലത്തിലെ രീതിശാസ്ത്രം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു മിഡ് വൈഫായിരുന്നു. മിഡ് വൈഫ് എന്നുള്ളത് പിന്നെ ആ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ 2500-500 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണല്ലോ. പക്ഷേ ഞങ്ങളുടെ എന്നെപ്പോലുള്ള ആളുകളുടെ കുട്ടിക്കാലത്ത് പോലും മിഡ് വൈഫ് എന്നുള്ളത് നമ്മുടെ നാട്ടിലൊരു യാഥാർത്ഥ്യമായിരുന്നു. എൻ്റെയൊക്കെ വീടുകളിൽ, എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ആശുപത്രി തന്നെ ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ ഒരു 14 വയസ്സ് 15 വയസ്സിന് ശേഷമാണ് ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തന്നെ വരുന്നത്. അപ്പോൾ അതുവരെ വീടുകളിൽ നിന്നാണ് പ്രസവിക്കുന്നത്. ഈ പ്രസവം എടുക്കുന്നത് മിഡ് വൈഫാണ്, അല്ലെങ്കിൽ വയറ്റാട്ടികൾ എന്ന് പറയുന്ന പേറ്റിച്ചികൾ എന്നൊക്കെ ഞങ്ങൾ പ്രാദേശികമായി മലയാളത്തിൽ ആളുകൾ വിശേഷിപ്പിക്കുന്ന, അതിൽ വൈദഗ്ധ്യമുള്ള നാട്ടുപുറത്തുള്ള സ്ത്രീകളാണ് മിക്കവാറും ഈ ദൗത്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദൗത്യം ചെയ്ത ആളായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ജോലി ചെയ്ത ഒരാളായിരുന്നു സോക്രട്ടീസിൻ്റെ അമ്മ. സോക്രട്ടീസിൻ്റെ അച്ഛനാണെങ്കിൽ അദ്ദേഹം ഒരു ശില്പിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശില്പിയാണ് എന്നുള്ളത് ഇതും മറ്റൊരു രീതിയിൽ ഇവിടെ പ്രസക്തമാണ്. കാരണം സോക്രട്ടീസും ആദ്യകാലത്ത് ശില്പി ആയി ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ അവിടെ സൂക്ഷിച്ചതിനും തെളിവുകൾ ചില കൃതികൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അദ്ദേഹം പക്ഷേ ശില്പി എന്ന നിലയിൽ ഉയർന്നു വരാനോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ് വളർത്തിയെടുക്കാനോ അല്ല ശ്രമിച്ചത്. മറിച്ച് അദ്ദേഹം സ്വയം തന്നെ കൺവിൻസ്ഡ് ആയത് അദ്ദേഹത്തിൻ്റെ അമ്മ എങ്ങനെയാണോ കുട്ടികളെ പുറത്തേക്ക് എത്തിക്കുന്നത്, വളരെ സാഹസികമായാണ്. നമുക്കറിയാം, ഏറ്റവും വേദനാജനകമായ ഒരു സന്ദർഭമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ഒരു സന്ദർഭമാണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അത് ഒരു വേറിട്ട ഒരു അനുഭവമാണ് ലോകത്ത് എമ്പാടും എക്കാലത്തും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയും. കാരണം അതുകൊണ്ടായിരിക്കണമല്ലോ സോക്രട്ടീസ് തന്നെ അമ്മയുടെ പ്രസവമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശയ രൂപീകരണത്തെ വിശേഷിപ്പിക്കാൻ, അത്തരത്തിലുള്ള
ഒരു മെറ്റാഫർ ഉപയോഗിക്കാൻ എന്തുകൊണ്ട് തോന്നി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രയും നമ്മൾ ശരിയായ ഒരു ജ്ഞാനത്തിലേക്ക് എത്തണമെങ്കിൽ, ശരിയായ ഒരു അറിവിലേക്ക് എത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള, അതവിടെ ഉണ്ട്. ഈ പ്രസവം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അവിടെ ഉണ്ട്. ആക്ച്വലി ഇല്ലാത്ത ഒന്നും ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, പക്ഷേ ഉള്ള ഒന്നിനെ പുറത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്നാണ് സോക്രട്ടീസ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മാർക്സ് പറയുന്നുണ്ടല്ലോ, ഞാൻ ആളുകൾ ദീർഘകാലമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് അവരെന്തിനാണ് സമരം ചെയ്യുന്നത് എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അത് പറഞ്ഞാൽ മാർക്സോട് കൂടി ഒന്നല്ല ലോകത്ത് സമരം തുടങ്ങിയത് എന്നാണ് മാർക്സ് പറയുന്നത്. അല്ല, മാർക്സ് പറഞ്ഞാലും ഇല്ലെങ്കിലും നമുക്കറിയാവുന്നൊരു യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ പണ്ട് മുതലേ മനുഷ്യർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയാണ്. പക്ഷെ ആ സമരം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സമരം ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ അറിവ് ആർജിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അവർ നിലവിലുള്ള വ്യവസ്ഥയുടെ ഭാഗമായി ഒരു ഘടനാപരമായിട്ടുള്ള സംവിധാനത്തിനകത്ത് അവരങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ശീലിച്ചത് പാലിക്കും. നമ്മളെല്ലാവരും തന്നെ അങ്ങനെയാണല്ലോ, ശീലിച്ചത് പാലിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ശീലിച്ചത് പാലിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ വീട്ടിൽ ഒരു പുതിയ വീടെടുത്ത് കഴിഞ്ഞാൽ അവിടെ താമസിക്കുമ്പോൾ പാല് കാച്ചിയാൽ എന്ത്, പാല് കാച്ചിയില്ലെങ്കിൽ ഇത്. എത്രയോ ആളുകൾ പാല് കാച്ചാതെ താമസിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിൽ താമസിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊന്നും ഇങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. പക്ഷെ അത് നമ്മളൊട്ടും അലട്ടുന്നില്ല. കാരണം നമ്മളിങ്ങനെ ശീലിച്ച ഒഴുക്കിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോവുക എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും ചെയ്യുന്നതാണ്, ഈ ഒരു കാര്യത്തിലും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് സോക്രട്ടീസ് ഓരോ മനുഷ്യനോടും അവർ ചിന്തിക്കുന്നത് എന്താണ്, അവരെങ്ങനെയാണ് ഓരോ കാര്യത്തെക്കുറിച്ചും ആലോചിക്കുന്നത് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുകയും ആ പറയുന്നതിൽ ചെറുതായി ഇടപെട്ട് അവരുടെ ചിന്തയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കുന്നത് വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് ഒരു തരത്തിലും സ്വീകാര്യമാവുന്നൊരു കാര്യമല്ല നമുക്കറിയാം. കാരണം ഓരോ മനുഷ്യരും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന ഈ ലോകം എനിക്ക് അന്യമാകുന്നത് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന രീതിയിൽ ജീവിക്കേണ്ടി വരുന്നത്, യഥാർത്ഥ ജീവിതമാണോ ഞാൻ ജീവിക്കുന്നത്, എൻ്റെ യഥാർത്ഥമായ ഉണ്മയാണോ, എൻ്റെ യഥാർത്ഥമായ ആവിഷ്കാരമാണോ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം തന്നെ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വളരെ ശ്രമകരമായ ദൗത്യമാണ്. ആ ഒരു ദൗത്യം, അതിലേക്ക് അങ്ങോട്ട് എത്തുക എന്നുള്ളത് സാധ്യമായി കഴിഞ്ഞാൽ തീർച്ചയായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും റൂസോയൊക്കെ പറയുന്നത് പോലെ ജനിച്ചു വീഴുന്നത് നല്ല മനുഷ്യരായിട്ടാണ്. ആരെങ്കിലും മോശം മനുഷ്യരായിട്ട്, ക്രിമിനലായിട്ടോ കുറ്റവാളികളായിട്ടോ ഭീകരരായിട്ടോ സാമൂഹ്യ വിരുദ്ധരായിട്ടോ അവരെ വിദ്വേഷികളായിട്ടോ ഒന്നും ജനിച്ചു വീഴുന്നതായി നമുക്ക് ഇന്ന് വരെയും കാണാൻ പറ്റില്ല. പക്ഷേ ഈ ജനിച്ചു വീഴുന്ന മനുഷ്യർ ഏത് സാഹചര്യത്തിലാണോ, നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം കബീറിൻ്റെ ആണല്ലോ. കബീർ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുട്ടി. ഇന്നിപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഒട്ടനവധി കുട്ടികൾ അമ്മത്തൊട്ടിലും ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ, കുട്ടികളുടെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടി ആരാണോ വളർന്ന് ആ വീട്ടിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് അവൻ്റെ ഭാഷ, അവൻ്റെ ആചാരം, അവൻ്റെ അനുഷ്ഠാനം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ മറ്റ് ശീലങ്ങളൊക്കെ, അല്ലെങ്കിൽ അവനായാലും അവളായാലും അവർ സ്വാഭാവികമായി ആ രീതിയിൽ വളർന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രീസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരുപാട് രക്തപങ്കിലമായ കാലഘട്ടങ്ങൾ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ അശോകനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ മഹത്വവൽക്കരിച്ച് പറയും. പക്ഷേ കലിംഗയിലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ രക്തത്തിലും ശവത്തിലും മുങ്ങിയ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് അശോക ചക്രവർത്തിയുടെ പുതിയ ചിന്തയെ ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പം കലിംഗ മാത്രമല്ല, നമ്മുടെ നാട്ടുരാജ്യങ്ങൾ പോലും ഈ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചിയും കോഴിക്കോടുമായി യുദ്ധമായിരുന്നു, തിരുവിതാംകൂറും കൊച്ചിയുമായി യുദ്ധമായിരുന്നു, മിക്കവാറും മൈസൂരുമായി യുദ്ധം. അങ്ങനെ
എല്ലാ നാട്ടുരാജ്യങ്ങളും നാട്ടുരാജാക്കന്മാരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും അവരുടെ ഇംഗിതങ്ങളും അവരുടെ സുഖലോലുപതയും ഒക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നേറിയിട്ടുള്ള ഒരു ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് പ്രത്യേകിച്ച് ഈ ഏതൻസിനെ സംബന്ധിച്ചിടത്തോളം, ഏതൻസും നമ്മളെ ഇന്ത്യയുമായി ഒരുപാട് സാദൃശ്യം, അല്ലെങ്കിൽ ഗ്രീസും പ്രാചീന ഗ്രീസും പ്രാചീന നമ്മൾ ഇന്ന് ഇന്ത്യ എന്ന് വിളിക്കുന്ന ഭൂപ്രദേശവും തമ്മിൽ വലിയ സാദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ സാദൃശ്യങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും യുവ ചരിത്രകാരനായിട്ടുള്ള വിനിൽ പോൾ പറയുന്നത് പോലെ അവർ ആ കാലത്തെ തെറ്റുകൾ കാണുകയും അംഗീകരിക്കുകയും കുറ്റസമ്മതം നടത്തുകയും അടിമത്തം ഉൾപ്പെടെയുള്ള വ്യവസ്ഥയിൽ അവരുടേതായിട്ടുള്ള ഖിന്നതയും ദുഃഖവും പശ്ചാത്താപവും ഒക്കെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത് അംഗീകരിക്കാതെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും കേൾക്കാൻ വിമുഖത കാണിക്കുന്ന ഒരു തുടർച്ച നമുക്ക് ആശയാധികാര വ്യവസ്ഥയിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സോക്രട്ടീസ് ഒരുപക്ഷെ അവിടെ ഈ സോക്രട്ടീസ് ഉൾപ്പെടുന്ന ഒരു ദാർശനിക മുന്നേറ്റത്തിൻ്റെയും ഒക്കെ ഒരു ഫലം കൂടിയായിരിക്കണം ഒരുപക്ഷെ അത്ര വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായത് എന്നുകൂടി നമ്മൾ കാണണം. കാരണം വെറുതെ സ്പോണ്ടേനിയസ് ആയിട്ട് അനിച്ഛാപരമായി ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ല. പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും സമൂഹത്തിലുള്ള മിക്കവാറും മാറ്റങ്ങൾ നമ്മൾ ബോധപൂർവമായി ഇടപെടലുകളിലൂടെ മാറ്റി തീർക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ സോക്രട്ടീസ് ആളുകളുമായി സംവാദത്തിൽ ഏർപ്പെടുകയും ആളുകളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തത് ഒരു പുതിയ രീതിശാസ്ത്രം, ഡയലക്റ്റിക്കലായിട്ടുള്ള സംവാദാത്മകമായിട്ടുള്ള, ഒരേ സമയം അത് ഡയലക്റ്റിക്കലാണ്, അതുപോലെ തന്നെ ഡയലോജിക്കലാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു അഭിപ്രായം എനിക്ക് അറിയാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തറിയാം എന്ന് മറിച്ച് ചോദിക്കുമ്പോഴാണ് അവിടെ ഒരു ഡയലക്റ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള, ഇന്നിപ്പോൾ വൈരുദ്ധ്യം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ കളിയാക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പല രീതിയിൽ കോമാളി വേഷങ്ങളായി മാറുന്നതിൻ്റെ ഫലം കൂടിയാണ്. പിന്നെ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന തീവ്രമായിട്ടുള്ള വലതുപക്ഷ ചിന്തകളുടെയും വലതുപക്ഷ ആശയ രൂപീകരണത്തിൻ്റെയൊക്കെ ഒരു ഫലം കൂടിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പം ഏത് കാര്യത്തെക്കുറിച്ചാലും അതിൻ്റെ ഒരു വിപരീതം കൂടി ആലോചിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശരിയായ മാർഗത്തിലേക്ക്, കൂടുതൽ ശരിയായ വഴിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഈ ഒരു രീതി എന്നുള്ളത് യഥാർത്ഥത്തിൽ സംവാദാത്മകമായ രീതി കൂടിയാണ്. കാരണം അതവിടെ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ ആ ഒരു രീതി ഈ മാർക്സിസമൊന്നും പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഹെഗൽ പഠിച്ചിട്ടോ സോക്രട്ടീസ് പഠിച്ചിട്ടോ ഒന്നും ആവണമെന്നില്ല. ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിൽ ആ ഒരു രീതി വേറെ ഒരു വിധാനത്തിൽ അവതരിപ്പിച്ച്. കാരണം വാദിക്കാനും ജയിക്കാനുമല്ല, ജയിക്കുക തോൽക്കുക എന്നുള്ള പ്രശ്നമല്ല യഥാർത്ഥത്തിൽ. സോക്രട്ടീസിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയായിരുന്നു. അത് അത്ഭുതകരമാണ് അവിടെ ഉണ്ടാകുന്ന ഒരു സാദൃശ്യം. കാരണം സോക്രട്ടീസിന് ഈ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് ജയിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, മറ്റ് കൂടുതൽ ശരിയായിട്ടുള്ള, കൂടുതൽ ന്യായമായിട്ടുള്ള, കൂടുതൽ യുക്തിസഹമായിട്ടുള്ള, കൂടുതൽ നൈതികമായിട്ടുള്ള ആശയ രൂപീകരണത്തിലേക്ക് സമൂഹത്തെയും വ്യക്തികളെയും നയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം അവിടെ സോക്രട്ടീസിൻ്റെ കാലത്തും അതിന് തൊട്ട് മുമ്പുമായിട്ട് പടർന്നു പിടിച്ചിട്ടുള്ള സോഫിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഈ വാണ്ടറിങ് ഫിലോസഫേഴ്സ് എന്ന് പറയുന്ന നടന്ന് തത്വചിന്താപരമായ കാര്യങ്ങൾ, അവർക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിന് കാശ് വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ഒരു വലിയ നിര തന്നെ ഉയർന്നു വന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ശരിയെന്നുള്ളതാണ്. ഹോമോ മെൻഷുറ എന്നുള്ള, അതായത് മേൻ ഈസ് ദ ബെഷർ എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യൻ എന്ന് പറയാം. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മനുഷ്യൻ എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അറിയുന്നത്? നമ്മൾ കുറേ ആളുകളെ കണ്ടു, അല്ലേ? കുറേ ആളുകളെ, ഗോപാലനെ കണ്ടു, കൃഷ്ണനെ കണ്ടു,
മുഹമ്മദിനെ കണ്ടു, മുസ്തഫയെ കണ്ടു, ജോസിനെ കണ്ടു. ഇങ്ങനെ പല ആളുകളെയും നമ്മൾ കണ്ടിട്ട് നമ്മൾക്ക് ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ മനുഷ്യൻ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയാം. അപ്പോൾ ഈ മനുഷ്യൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു സമ്പ്രത്യപരമായിട്ടുള്ള, ഒരു സങ്കല്പനപരമായിട്ടുള്ള, ഒരു ആശയ രൂപീകരണപരമായിട്ടുള്ള ഒരു തലത്തിലാണ് നമ്മൾ എത്തുന്നത്. ഇപ്പോൾ നമ്മൾ ജോസിനെ കണ്ടതുപോലെയല്ല, അല്ലെങ്കിൽ തോമസിനെ കണ്ടതുപോലെയല്ല മനുഷ്യൻ എന്നുള്ള ഒരു ആശയം നമ്മൾ പറയുന്നത്. എനിക്ക് തോമസിനെ അറിയാം എന്ന് പറയുമ്പോൾ നമ്മൾ അയൽവാസിയായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള തോമസിനെ അറിയാമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിൽ കവിഞ്ഞ് ഈ പറയുന്ന നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള, ഇപ്പോൾ ഭൂമിയിലുള്ളവരും മരിച്ചു പോയിട്ട് ഉള്ളവരുമായിട്ടുള്ള ഒട്ടനവധി മനുഷ്യർ ഉൾക്കൊള്ളുന്ന അവരുടെ മുഴുവൻ സ്വഭാവ ഗുണങ്ങളും സവിശേഷതകളും ഒക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സ്വാംശീകരിച്ചുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ മനുഷ്യൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് മനുഷ്യരെക്കുറിച്ച് നമ്മൾക്ക് ഒരു സങ്കല്പം ഉണ്ടാവണം. പക്ഷേ ആ സങ്കല്പമൊക്കെ തകർക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഭരണകൂടങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ശത്രുതകൾ ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള ഏനിമോസിറ്റി, ശത്രുതയാണ്, അസൂയയും ശത്രുതയും പകയുമാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് സോക്രട്ടീസ് പറയുന്നുണ്ട്. അതിപ്പോൾ അന്നത്തെ സമൂഹത്തിൻ്റെയും ഇന്നത്തെ സമൂഹത്തിൻ്റെയും ശാപം അത് തന്നെയല്ലേ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ എന്താണ്, മനുഷ്യൻ ആരാണ്, മനുഷ്യൻ എന്നുള്ളത്, പിന്നെ മനുഷ്യന് മനുഷ്യത്വം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. കേരളത്തിൻ്റെ നവോത്ഥാന ജ്ഞാനോദയ പാതയിലെ ആദ്യത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ദാർശനികൻ മുന്നോട്ട് വെച്ചിട്ടുള്ള മനുഷ്യത്വം എന്നുള്ളത്. അപ്പോൾ മനുഷ്യത്വമാണ് മനുഷ്യനാക്കുന്നത്. എന്താണ് മനുഷ്യൻ? അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ ഏത് കാര്യത്തിലായാലും ഇത്തരത്തിലുള്ള ചോദ്യം, നമ്മൾ മനുഷ്യനും മനുഷ്യത്വവും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനുഷ്യരിൽ അപരനെ സൃഷ്ടിച്ച് അവനെ തല്ലാനോ കൊല്ലാനോ വെടിവെക്കാനോ ഓടിക്കാനോ പുറത്താക്കാനോ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ഈ വരക്കുന്ന അതിരുകളെക്കുറിച്ചും നമ്മൾ വരക്കുന്ന ഉണ്ടാക്കുന്ന മതിലുകളെക്കുറിച്ചും നമ്മൾ ഉണ്ടാക്കുന്ന അസ്പൃശ്യതകളെക്കുറിച്ചും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വെറുപ്പിനെക്കുറിച്ചും ഒക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ സോക്രട്ടീസ് സംസാരിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിത്തറയാവുന്നത് മനുഷ്യൻ, ചിന്താശേഷിയുള്ള മനുഷ്യൻ, യുക്തിസഹമായി ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യൻ, അവൻ യഥാർത്ഥത്തിൽ അവൻ്റെ ജ്ഞാനത്തെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജ്ഞാനപരമായി വൈജ്ഞാനിക വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മൾ ഈ വൈജ്ഞാനിക സമൂഹം ആണ് എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 വൈജ്ഞാനിക ശാഖകൾ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഡാറ്റാ സയൻസും മറ്റൊന്ന് യഥാർത്ഥത്തിൽ AI ബന്ധപ്പെട്ടുള്ള, കൃത്രിമ ബുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള, നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള ശാഖയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ നമ്മളുടെ ഈ അറിവുകളൊക്കെ തന്നെ, മിക്കവാറും എല്ലാ അറിവുകളും അധ്വാനവുമായി ബന്ധപ്പെട്ടുള്ള, തൊഴിലുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിൽ വികസിപ്പിക്കുന്ന അറിവാണ്. പക്ഷെ അതുമാത്രമാണോ അറിവ്? അതുമാത്രമാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയമായ മുന്നേറ്റങ്ങൾ ഉണ്ടാവില്ല, ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവില്ല, സാമൂഹികമായി നമ്മെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാവുന്ന വ്യവസ്ഥ ഉണ്ടാവുകയില്ല, സ്ത്രീകൾക്കും പുരുഷനും സമൂഹത്തിൽ തുല്യമായി ഇടപെടാനുള്ള സന്ദർഭം ഉണ്ടാവുകയില്ല, ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ പറയുന്ന പോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ പല രീതിയിൽ വ്യത്യസ്തമായി ജനിച്ചു വീഴുന്ന കുട്ടികളെക്കുറിച്ചുള്ള, അതൊക്കെ പഴയ കാലത്തുള്ള സങ്കല്പം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ വികലമായ സങ്കല്പമാണ്. പഴയകാലം വലിയ ഗംഭീരമായിരുന്നു എന്ന് വളരെ പറയുന്ന ആളുകളുണ്ടല്ലോ. ഈ കുട്ടികളെ മുറിക്കകത്ത് കൊട്ടിയടച്ച് വീട്ടിൽ കല്യാണവും മരണവും ഒക്കെ നടത്തിയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡായ മനുഷ്യരെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ലിംഗപരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ലിംഗപരമായിട്ടുള്ള മനുഷ്യർ ജനിച്ചു വീഴുന്നത് ഒരു കുറ്റമല്ല, ഒരു പാവമല്ല. ഇപ്പോൾ അരുന്ധതി റോയിയുടെ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന നോവലിൽ അഞ്ജും എന്ന് പറയുന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ അവർ ട്രാൻസ്ജെൻഡറായി ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയാണ്.
അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സവിശേഷതയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവരെ വൽക്കരിക്കപ്പെടുന്നത്, എവിടേക്കാണ് പോകുന്നത്? ഗുജറാത്ത് കലാപത്തിൽ ആ കുട്ടി രക്ഷപ്പെടുന്നത്, ആ വ്യക്തി രക്ഷപ്പെടുന്നത്, അവർക്ക് ഭാഗ്യവശാൽ അവർക്കൊരു അന്ധവിശ്വാസമുണ്ട്. എന്താ വെച്ചാൽ ഈ ട്രാൻസ്ജെൻഡറായ ആളുകളെ കൊല്ലുന്നതും തല്ലുന്നതും ഉപദ്രവിക്കുന്നതൊക്കെ പാവമാണ്. അപ്പോൾ അവിടുത്തെ പെട്ടെന്ന് അവർ കണ്ടിട്ടുള്ള ആൾക്കൂട്ടത്തിന് മുമ്പിൽ അവർ രക്ഷപ്പെട്ടു പോവുകയാണ്. ഈ പല സാധ്യതകൾ, ഇപ്പം നോവലൊക്കെ രചിക്കുമ്പോൾ വലിയൊരു ക്യാൻവാസിലാണല്ലോ രചിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിലെ രാഷ്ട്രീയമായിട്ടുള്ള സംവിധാനങ്ങൾക്കകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ പല രീതിയിൽ ഇതിൽ ഉൾച്ചേർക്കുന്നതിൻ്റെ ഭാഗമായാണ് അരുന്ധതി റോയി ഒരുപക്ഷെ ഇവരെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോകുന്നു, തിരിച്ചവിടുന്ന് കൊണ്ടുവരുന്നു, അവർക്ക് പ്രത്യേകമായൊരു വാസസ്ഥലം, അതൊക്കെ യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ യാഥാർത്ഥ്യം നിഴലിക്കുന്നുണ്ട് എന്നുള്ളത് ഇവരുടെ ആവാസ വ്യവസ്ഥയുമായി, ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വേറിട്ട അസ്തിത്വവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ അറിവ് എന്നുള്ളത് മിക്കവാറും അറിവുകളൊക്കെ നമ്മളെ തൊഴിലുമായി ബന്ധപ്പെട്ടില്ല. ഒരു ശില്പി എന്ന നിലയിൽ അദ്ദേഹത്തിന് കല്ല് വെട്ടുന്നത് അല്ലെങ്കിൽ കരിങ്കൽ കൊത്തുന്നത് അദ്ദേഹം പഠിക്കുമായിരിക്കും. അദ്ദേഹം അത് അച്ഛനിൽ നിന്ന് പഠിക്കുന്നത്, അതങ്ങനെ തൊഴിലായിട്ട് ചെയ്ത് ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകും. അതേസമയത്ത് അതിനെ ഇപ്പോൾ തച്ചൻ്റെ മകൻ നല്ല തച്ചനാവുന്നത് തച്ച് പഠിപ്പിക്കുന്നതുകൊണ്ടാണെന്നൊരു പ്രയോഗം എൻ വിജയ മാഷയുടെ പ്രഭാഷണത്തിൽ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ശില്പിയുടെ മകൻ എന്ന നിലയിൽ ഇദ്ദേഹം ഒരു ശില്പിയാണ്. പക്ഷേ ആ ശില്പി ആവുന്നത് ഒരു തൊഴിൽ എന്ന നിലയിലാണ്. ആ കാലത്തായാലും ഏത് കാലത്തായാലും അതേ സമയത്ത് അതിനെ ഒരു ആർട്ട് എന്ന രീതിയിലേക്ക്, ഒരു കല എന്ന രീതിയിലേക്ക് മാറ്റണമെങ്കിൽ അവിടെ മറ്റ് സവിശേഷമായ ഘടകങ്ങൾ, അത് നമ്മൾ ഈ സന്ദർഭത്തിൽ അതിലേക്ക് പോകുന്നില്ല. തീർച്ചയായും സൗന്ദര്യശാസ്ത്രത്തിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി സംവാദങ്ങൾക്കും അവതരണങ്ങൾക്കും അരിസ്റ്റോട്ടിൽ ഉൾപ്പെടെയുള്ള ദാർശനികരിൽ നിന്ന് അവരുടെ ചിന്തകളെ മുൻനിർത്തി പറയാനുള്ള അവസരം ഉണ്ടാകുന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മളിന്ന് വൈജ്ഞാനിക മുന്നേറ്റമെന്നും വലിയ ഒരു വിജ്ഞാന സമൂഹമായി മാറുക എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിലെ ഈ മൂലധന ഉൽപ്പാദനവുമായി, സമ്പത്ത് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിലെ തൊഴിൽ സൈന്യമായി മനുഷ്യർക്ക് മാറാനുള്ള അധ്വാനത്തെക്കുറിച്ചാണ്. തീർച്ചയായും അത് അനിവാര്യം തന്നെയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മുടെ ഈ അധ്വാനമൊക്കെ നമുക്ക് മേൽ തന്നെ ഭാരമായി മാറ്റുന്ന ഒരു വ്യവസ്ഥയാണോ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ 24 മണിക്കൂറും കൂടുതൽ അധ്വാനിച്ച് നിൽക്കുന്ന ഒരു ടെക്കിക്ക് പലപ്പോഴും ഇത് ചിന്തിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. കാരണം ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാത്ത രീതിയിലാണ് കോർപ്പറേറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എല്ലാ കോർപ്പറേറ്റുകളും ഈ മാസത്തിലോ അല്ലെങ്കിൽ 6 മാസത്തിലോ ഒക്കെ ഇവർക്ക് വിനോദയാത്ര, വലിയ പോഷ് ഹോട്ടലുകളിൽ സൽക്കാരം, ഇതൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് അവരെ വേറൊരു രീതിയിൽ അവരെ പർഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവരെ കൺസോൾ ചെയ്യാം, അവരെ ടൈം ചെയ്യാം എന്ന രീതിയിൽ ആണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ രംഗം നിരീക്ഷിക്കുന്ന ആർക്കും കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമ്മൾ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ മാറ്റുന്ന, നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ മാറ്റുന്ന, നമ്മുടെ നൈതിക ചിന്തയെ മാറ്റുന്ന, നമ്മുടെ മുന്നേറ്റങ്ങളിലേക്ക് സാമൂഹികമായിട്ടുള്ള, ലിംഗപരമായിട്ടുള്ള ഒക്കെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയമോ സാംസ്കാരികമോ ആയ മണ്ഡലത്തെ ഒരു തരത്തിലും സ്പർശിക്കാതെ പോകുന്നു എന്നൊരു യാഥാർത്ഥ്യം ആ കാലത്ത് തന്നെ സോക്രട്ടീസ് തിരിച്ചറിയുകയും, അതുകൊണ്ട് നമ്മളിപ്പോൾ എക്സ് കാണുന്നു അല്ലെങ്കിൽ വൈ കാണുന്നു, ഒരു മരം കാണുന്നു. അപ്പോൾ ഈ മരം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മരം എന്നുള്ളത് എന്താണ്, മരങ്ങൾ എന്താണ്, വൃക്ഷങ്ങൾ എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഒരു കോൺസെപ്ച്വലായിട്ടുള്ള, ഒരു സമ്പ്രത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കല്പനപരമായിട്ടുള്ള, ആശയപരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ നമ്മളുടെ യുക്തി കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ യുക്തി വളരെ പ്രധാനമാണ്. ആ യുക്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഷേക്സ്പിയർ കാലിബാനെക്കുറിച്ച് പറയുന്നത് അർദ്ധമനുഷ്യനാണ്, അല്ലേ? ഒരു സെമി ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് കാലിബാനെ അവതരിപ്പിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിൻ്റെ ഒരു കാഴ്ചയാണ്. എത്ര തന്നെ പാകൽഭ്യമുള്ള ഒരു നാടകക്കാരനാണെങ്കിലും, ഇപ്പോൾ ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറക്കാരനല്ല എന്ന് നമുക്കറിയാം. ലണ്ടനിൽ ഇപ്പോഴും ഷേക്സ്പിയർ തിയേറ്റർ
എല്ലാ ദിവസവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാടകം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്, അവിടെ നാടകം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നാടകകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പകൽപ്പത്തെ നമ്മൾ ഈ വിമർശിക്കുമ്പോൾ അതുകൊണ്ട് അവർ തീരെ ഒന്നുമല്ല എന്നൊന്നും ആരും ധരിക്കേണ്ടില്ല. ആരെക്കുറിച്ചുള്ള വിമർശനവും, പക്ഷേ വിമർശിക്കാതെ നമുക്ക് ഇത് കാണാൻ പറ്റില്ല. അവരുടെ കാഴ്ചപ്പാടിനെയും നമ്മുടെ കാഴ്ചപ്പാടിനെയും തിരുത്തണമെങ്കിൽ നമ്മുടെ വിമർശന ബുദ്ധി എന്നുള്ളത്, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത് വളരെ നിർണായകമാണ്. അതിൻ്റെ ഒരു പ്രാരംഭമാണ് നമുക്ക് വളരെ ഗംഭീരമായ രീതിയിൽ സോക്രട്ടീസിൽ ലഭിക്കുന്നത് എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യൻ എന്ന് പറയുമ്പം എല്ലാം, നമ്മൾ ഈ ദ്വീപിലെ മനുഷ്യരായാലും ഇന്ത്യയിലെ മനുഷ്യരായാലും മറ്റു രാജ്യങ്ങളിലെ മനുഷ്യരായാലും ഒക്കെ മനുഷ്യർ എന്ന രീതിയിൽ കാണാൻ നമുക്ക് കഴിയണമെങ്കിൽ അവിടെ നമ്മുടെ യുക്തി കൂടി, നമ്മുടെ മാനവികതയും നമ്മുടെ നൈതികതയും നമ്മുടെ യുക്തിയും അവിടെ ഉൾച്ചേരേണ്ടത്. അതുകൊണ്ട് സോക്രട്ടീസിൽ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന ജ്ഞാന സമ്പാദനപരമായ, ജ്ഞാന രൂപീകരണപരമായിട്ടുള്ള ശാസ്ത്രവും അതോടൊപ്പം തന്നെ നമ്മൾ നന്മയെക്കുറിച്ചൊക്കെ പറയുന്ന, നന്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, എന്തായിരിക്കണം നന്മ, എന്താണ് തിന്മ എന്നതിനെക്കുറിച്ചൊക്കെ പല രീതിയിൽ ആഖ്യാനങ്ങൾ ഉണ്ടാവുന്ന നൈതിക ശാസ്ത്രമെന്നും ധർമ്മമെന്നും ധർമ്മശാസ്ത്രമെന്നും ബുദ്ധൻ ധമ്മ എന്ന് പറയുന്നതും ഒക്കെ വാസ്തവത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് സോക്രട്ടീസ് തിരിച്ചറിയുന്നു എന്നതാണ് ഒരു സത്യം. അവിടെ ആ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം നമ്മുടെ ഈ യഥാർത്ഥമായ അറിവ്, യഥാർത്ഥമായ ജ്ഞാനം, യഥാർത്ഥമായ യുക്തിയുടെയും യഥാർത്ഥമായിട്ടുള്ള നൈതികമായിട്ടുള്ള വെളിച്ചത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുള്ളൂ, നമുക്ക് മരത്തെ മരമായി കാണാൻ പറ്റുള്ളൂ, നമുക്ക് കാടിനെ കാടായി കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം അന്തമാനിലെ കാടുകൾ മൊത്തം വെട്ടിപ്പോയി കഴിഞ്ഞാൽ ആർക്കെന്ത് ഛേദമെന്ന് വിചാരിക്കുന്ന ആളുണ്ടാവും. പക്ഷേ അത് നമ്മുടെ പ്രകൃതിയുടെ, ഭൂമിയുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്നും അവിടെയും ആയിരക്കണക്കിന് മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും പണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒക്കെ ആയിട്ടുള്ള ഈ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ആന്ത്രോപോളജി വിഭാഗത്തിലെയൊക്കെ അധ്യാപകരൊക്കെ ഈ അന്തമാനിൽ വളരെ സാഹസികമായി ഇത് മനുഷ്യരെ കണ്ടാൽ ഭയക്കുന്ന എന്നാണ് അവർ തന്നെ പറഞ്ഞ്, ആ പ്രയോഗം തന്നെ ഒരു അപരവൽക്കരണം ഉണ്ട് അവിടെ. അത് എന്തുകൊണ്ടാണ്? മനുഷ്യരല്ല അവർ ഭയക്കുന്നത്, അവർക്ക് മേൽ അധിനിവേശം നടത്തുന്ന മനുഷ്യരാണ്. കാരണം അവർക്ക് ഇവർ ചെല്ലുന്ന സമയത്ത് അവരുമായി താതാത്മ്യപ്പെടാൻ വേണ്ടി വിവസ്ത്രരായി ഒക്കെ ബോട്ടുകളിലേക്ക്, ആ ദ്വീപുകളിലേക്ക്, ചില പ്രത്യേക ദ്വീപുകളിലേക്ക് പോയ കഥകൾ ആ കാലത്ത്, പ്രത്യേകിച്ച് ഞാൻ തലശ്ശേരിയിൽ ജോലി ചെയ്യുന്ന ഒരു കാലത്ത് അനുഭവങ്ങൾ പങ്കുവെക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് നരവംശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി, അവരുടെ പഠന പ്രക്രിയയുടെ ഭാഗമാണ്. പക്ഷെ അവിടെയും വലിയ പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ പിന്നീട് ലെവി സ്ട്രോസ് മുതലായ ദാർശനികരുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹ്യശാസ്ത്രപരവും നരവംശാസ്ത്രപരവും ആയിട്ടുള്ള ഘടനാപരവുമായിട്ടൊക്കെയുള്ള ചിന്തയുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ പരാമർശിക്കാം എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ഈ ഒരു പഠനശാഖകളൊക്കെ തന്നെ മനുഷ്യനെ അത് എവിടെയൊക്കെ ഈ തത്വചിന്തയിൽ നകന്നുകൊണ്ട്, നൈതികതയിൽ നകന്നുകൊണ്ട് ശരിയായ യുക്തിഭദ്രമായിട്ടുള്ള സമഗ്രമായ മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് അകന്നുകൊണ്ട് ഇത്തരം പഠന പ്രക്രിയകൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അവിടെയൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്യുന്നത് സമൂഹത്തോടും പ്രകൃതിയോടും ഭാവി തലമുറയോടുമൊക്കെ ഉള്ള വലിയ രീതിയിലുള്ള കുറ്റകൃത്യമായിരിക്കും. അപ്പോൾ കുറ്റകൃത്യം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ നേർക്കുനേരെ വെട്ടിക്കൊല്ലുന്നത് മാത്രമാണ് നമ്മൾ കുറ്റകൃത്യമായി കാണുന്നത്. പക്ഷേ ആയിരക്കണക്കിന് ആളുകളെ, പതിനായിരക്കണക്കിന് മനുഷ്യരെ കൊല ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന, വ്യവസ്ഥയെ നിലനിർത്തുന്ന, അതിനുവേണ്ടി പിന്തുണ കൊടുക്കുന്ന, അതിൻ്റെ സംവിധാനങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കുറ്റവാളികളായി കാണുന്നില്ല. അപ്പോൾ അത് ആ ആളുകളുടെ പോലും കുറ്റമല്ല, അവരെ പോലും തിരുത്താൻ കഴിയാത്തത് ഈ രീതിയിലുള്ള ഇടപെടൽ, ഈ രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള, തത്വചിന്താപരമായിട്ടുള്ള, സാംസ്കാരികമായിട്ടുള്ള ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന തിരിച്ചറിവാണ്
സോക്രട്ടീസ് ആവർത്തിച്ച് മുന്നോട്ട് വെക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ നന്മ എന്നുള്ളത് സോക്രട്ടീസിനെ സംബന്ധിച്ചിടത്തോളം നന്മ എന്നുള്ളത് ജ്ഞാനം തന്നെയാണ്. വെർച്വീസ് നോളേജ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചൊല്ല് എന്നാണ് എല്ലാ സോക്രട്ടീസ് പഠിതാക്കളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വെർച്വീസ് നോളേജ് എന്നുള്ളത്, നന്മ എന്നുള്ളത് നോളജ് ആവുന്നത് നോളജ് ഈ രീതിയിലേക്ക് വികസിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ കോൺസെപ്ച്വലായിട്ടുള്ള ഒരു നോളജിലേക്ക് പോകുന്നു. ആ ഒരു നോളജ് തന്നെയാണ് പിന്നെയും പിന്നെയും നമ്മൾ വീണ്ടും 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 സ്ഫുടീകരിച്ച് വീണ്ടും വീണ്ടും സംസ്കരിച്ച് വീണ്ടും വീണ്ടും സംവാദങ്ങളുടെ മണ്ഡലങ്ങളിൽ പല രീതിയിൽ പല നിലയിൽ ചോദ്യങ്ങൾക്ക് വിധേയമാക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ നന്മയും നമ്മളുടെ അറിവും അല്ലെങ്കിൽ നന്മയും നമ്മുടെ ജ്ഞാനവും ഒന്നായി മാറുകയുള്ളൂ. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലേക്ക് മനുഷ്യർ ഭാവിയിലെ ഭരണകൂടം പോലും ഇല്ലാത്തൊരു വ്യവസ്ഥ എന്നൊക്കെ പറയാനും അത് ചർച്ച ചെയ്യാനും മടി കാണിക്കാത്ത ഒരു കാലത്തിലൂടെയാണല്ലോ കടന്നു വന്നിട്ടുള്ളത്. തീർച്ചയായും ഒരു സ്റ്റേറ്റ് കൊഴിഞ്ഞു പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നതിന് എന്തുകൊണ്ടാണ്? കാരണം ഭരണകൂടം എന്നുള്ളത് അത്രമാത്രം മർദ്ദക സ്വഭാവം നിലനിർത്തുന്നതുകൊണ്ടും മർദ്ദനം അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടുമാണല്ലോ എക്കാലത്തും ചരിത്രത്തിലുടനീളം സ്റ്റേറ്റിന് ആ ഒരു ഫങ്ഷൻ ഉള്ളത് കൊണ്ടാണല്ലോ ആ രീതിയിൽ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ മനുഷ്യൻ ആഗ്രഹിക്കാമെങ്കിൽ അതിൻ്റെ അങ്ങനെ ഒരു അവസ്ഥ വേണ്ട. നമുക്ക് നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ പോലും, ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ പോലും നമുക്ക് നന്മയുണ്ടാവണമെങ്കിൽ ആ നന്മ യഥാർത്ഥമായ ജ്ഞാനത്തിൻ്റെ, യഥാർത്ഥമായ അറിവിൻ്റെ മണ്ഡലത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഈ ഒരു തിരിച്ചറിവിലേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യം മനുഷ്യനും പൗരനും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ് എന്ന് അന്നാ അറൻഡ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നാ അറൻഡ് ആണ് ആ ഒരു പ്രശ്നം ഉന്നയിക്കുന്നത്. അപ്പോൾ കാരണം ഒരു പൗരൻ എന്നുള്ളത്, പ്രത്യേകിച്ച് ജർമ്മനിയുടെ ഒരു പശ്ചാത്തലം കൂടി മുൻനിർത്തിയാണല്ലോ അന്നാ അറൻഡിൻ്റെ മിക്കവാറും പഠനങ്ങൾ. അവർ തത്വചിന്തയിൽ വലിയ അവഗാഹമുള്ള ആ രംഗത്ത് സംഭാവനകൾ നടത്തിയിട്ടുള്ള ഒരാൾ എന്നതിലുപരി ഈ നാസി ഭീകരവാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഇടപെടലുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ, വിചാരണകളിലെ സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ആവിഷ്കാരം, ഇതൊക്കെയാണല്ലോ അവരുടെ വേറിട്ട സംഭാവനയായി എക്കാലത്തും പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ പൗരത്വം എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പൗരനും മനുഷ്യനും, ഈ പൗരൻ എന്നുള്ള സങ്കല്പം തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സങ്കുചിതമായി നമ്മൾ ആലോചിച്ച് നോക്കുക. മുമ്പ് നമ്മൾ കൊച്ചി രാജ്യത്തിൻ്റെ പൗരന്മാരാണ്, അല്ലെങ്കിൽ സാമൂതി രാജ്യത്തിൻ്റെ പൗരന്മാരാണ്, അല്ലെങ്കിൽ മൈസൂർ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് എന്ന് ചിന്തിച്ച ഒരു കാലം. ഇപ്പോൾ നമ്മൾ കേരളീയനായ ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നു. ഇനി ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പൗരത്വം സ്വീകരിക്കുന്നു. അപ്പോൾ ഈ പൗരൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ പൗരൻ എന്ന് പറയുന്ന സങ്കല്പം എന്നുള്ളത് പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ ആവിഷ്കരിക്കപ്പെടുന്നതാണ്. അത് പ്രബലമായ ആഖ്യാനത്തിനകത്ത്, ഭരണകൂടത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിനകത്ത് രൂപപ്പെടുത്തിയിട്ടുള്ള നിലനിർത്തുന്ന ഒരു ആഖ്യാനം മാത്രമാണ്, ഒരു അടയാളപ്പെടുത്തലാണത് എന്ന് നമ്മൾ തിരിച്ചറിയാൻ പോലും പലപ്പോഴും കഴിയാറില്ല. അതുകൊണ്ടാണല്ലോ മനുഷ്യനും പൗരനും ഇപ്പം പൗരത്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇലക്ട്രൽ റോളിൻ്റെ പേരിൽ 9 ലക്ഷമോ അതിലധികമോ ആളുകളെ വെട്ടിമാറ്റപ്പെട്ടു. അല്ലെങ്കിൽ ബംഗാളിലൊക്കെ അതിനേക്കാൾ വളരെ കൂടുതലാണ്, 90 ലക്ഷം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും തീർച്ചയായും അതിൻ്റെ കണക്കുകളൊക്കെ ഇനിയും പരിശോധിക്കപ്പെടും. അതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാവും. വാസ്തവത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അന്നാ അറൻഡ് ഒക്കെ പറയുന്നത് പോലെ മനുഷ്യനും പൗരനും എന്ന ഒരു വേർതിരിവുണ്ടാക്കുകയും അവിടെ മനുഷ്യനെ കാണാതിരിക്കുകയും പൗരനെ കാണുകയും പൗരനെ ശ്രേഷ്ഠവൽക്കരിക്കുകയും പൗരന് പ്രത്യേകമായ പദവി ഈ സമൂഹത്തിൽ ഉണ്ടാക്കുകയും അങ്ങനെ വരുന്ന ഒരു പ്രത്യേക നമ്മുടെ ജാതി വ്യവസ്ഥക്കകത്തും അത് തന്നെയാണ്, വേറൊരു രീതിയിലാണ് ഫങ്ഷൻ ചെയ്തതെന്ന് മാത്രം. യഥാർത്ഥ പൗരൻ എന്നുള്ളത് ഇവിടെ വഴി നടക്കാനും വിജ്ഞാനം സ്വീകരിക്കാനും ഒക്കെ അർഹത ഉണ്ടായിട്ടുള്ള
ഒരു വിഭാഗവും അതിനൊന്നും അർഹതയില്ലാത്ത പ്രാന്തങ്ങളിലേക്ക് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രാന്തങ്ങളിൽ താമസിപ്പിച്ചിട്ടുള്ള അരുകവൽക്കരിക്കപ്പെട്ട മനുഷ്യരും എന്നുള്ളത് ചരിത്രത്തിലുടനീളം നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ പൗരത്വം എന്നുള്ളത് പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഈ ലോകത്ത്. ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന അമേരിക്കക്കാരെ കണ്ടുപിടിക്കുകയും അമേരിക്കക്കാരല്ലാത്തവരെ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഐസ് ഒക്കെ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുകയാണ്. വലിയ സംഘർഷം നമ്മൾ ആലോചിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെങ്കിലും അവിടെ പല സംസ്ഥാനങ്ങളിലും പല സ്റ്റേറ്റുകളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ ജനങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വാസ്തവത്തിൽ അമേരിക്ക എന്നുള്ളത് തന്നെ പല രീതിയിൽ കുടിയേറി അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് എന്നുള്ളത് ചരിത്രത്തിലുടനീളം അറിയാവുന്നൊരു വസ്തുതയാണ്. പക്ഷേ ഇതുപോലും നിഷേധിച്ചുകൊണ്ടാണ്, കാരണം അവിടുത്തെ തദ്ദേശവാസികളിൽ ബഹുഭൂരിപക്ഷത്തെയും ആ കാലത്ത് തന്നെ കശാപ്പ് ചെയ്തിട്ടാണ് അവിടെ അധിനിവേശം നടത്തിയത്. പക്ഷേ അങ്ങനെ ഒരു ഭൂപ്രദേശത്ത് പോലും ഈ രീതിയിലുള്ള കപടമായ മനുഷ്യ സംഘർഷമുണ്ടാക്കി യഥാർത്ഥ മനുഷ്യരെ അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യരെയും ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ അസ്പൃശ്യരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഈ സോക്രട്ടീസ് മുന്നോട്ട് വെച്ചിട്ടുള്ള സങ്കല്പം, വിജ്ഞാനത്തെയും നൈതികതയും സംബന്ധിക്കുന്ന സങ്കല്പം കൂടുതൽ പഠിക്കപ്പെടേണ്ടതും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും കൂടുതൽ വിമർശനാത്മകമായി മുന്നോട്ട് നയിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു വൈജ്ഞാനിക ശാഖയാണ്. തീർച്ചയായും അത് വരുന്ന പുതിയ ഒരുപാട് പഠനങ്ങളൊക്കെ ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ആ സാഹചര്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും. അതിൻ്റെ ഒരു പരിമിതി വാസ്തവത്തിൽ സോക്രട്ടീസ് സ്വന്തമായി എഴുതുകയല്ല ചെയ്തത്. സോക്രട്ടീസിൻ്റെ ശിഷ്യന്മാർ മിക്കവാറും പകർത്തിയാണ്. അത് വലിയൊരു കുഴപ്പമൊന്നുള്ള കാര്യമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അങ്ങനെ മുൻകാലങ്ങളിൽ എഴുതാത്ത ഒട്ടനവധി ആളുകൾ അവരെഴുതൂ എന്ന് പറഞ്ഞത് തന്നെ ഇപ്പോൾ മറ്റുള്ളവർ എഴുതി എടുക്കുക, എനിക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതി എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് സ്വന്തം ശിഷ്യന്മാർ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വായനകളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട പ്ലാറ്റോയിലേക്ക് കടക്കാമെന്ന ഒരു അനുമാനത്തിൽ ഞാനിതിവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി.